സോ ഇതാണ് നിങ്ങളുടെ ഫിഗർ ഉണ്ടായിരുന്നത്. അതിൽ അപ്സ്ട്രീം പോയിന്റ്സിലെ അപ്സ്ട്രീം പൈലിന്റെ എല്ലാ കീ പോയിന്റ്സിലെയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇന്റർമീഡിയറ്റ് പൈലിലാണ്. അതിന് നമ്മൾ കീ പോയിന്റ്സിനെ മാർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? ഓരോ കീ പോയിന്റ്സ് വാല്യൂ എങ്ങനെയായിരുന്നു മാർക്ക് ചെയ്ത്? E2, D2, C2 ഇങ്ങനെയാണ് നിങ്ങളുടെ കീ പോയിന്റ്സ് ഇടുന്നത്. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ എഴുതുക സെക്കൻഡ് വൺ ഡൗൺ സ്ട്രീം പൈൽ, സോറി ഇന്റർമീഡിയറ്റ് പൈൽ, ഫയൽ നമ്പർ 2 ഇന്റർമീഡിയറ്റ് പൈൽ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കോംപ്ലക്സ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതിനെ സിമ്പിൾ പ്രൊഫൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് ഇന്റർമീഡിയറ്റ് പൈലിന്റെ ഫിഗർ വരച്ച് വെക്കുക. എന്നിട്ട് അതിലെ ഓരോ ഡയമെൻഷൻസ് ജസ്റ്റ് മാർക്ക് ചെയ്യുക. പൈലിന്റെ ഡെപ്ത് എത്രയാണ്, ആ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. സോ ഈ കോംപ്ലക്സ് പ്രൊഫൈലിനെ സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ അതിലെ സ്ലോപ്പ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. ജസ്റ്റ് നമ്മളുടെ പൈലിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പൈലാണ് എടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഇന്റർമീഡിയറ്റ് പൈൽ മാത്രമേ നമ്മൾ വരയ്ക്കത്തുള്ളൂ. സോ ഇതിലെ ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്യണം. പൈലിന്റെ ഡെപ്ത് എത്രയായിരിക്കും? ഫയലിന്റെ ഡെപ്ത് ഇവിടെ മാർക്ക് ചെയ്യേണ്ട ഡയമെൻഷൻസ് എത്രയൊക്കെയാന്ന് പറയുക. ഓക്കെ, ഈ ഡയമെൻഷൻസ് പറഞ്ഞേ. ഫയലിന്റെ ഡെപ്ത് എത്രയാ? ഹുദ ഈ ഡെപ്ത് ഓഫ് ഫയൽ എത്രയായിരിക്കും? ഇന്റർമീഡിയറ്റ് ഫയലിന്റെ ഡെപ്ത് എത്രയായിരിക്കും? ഫിഗർ നോക്കിയിട്ട് പറയുക. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഫയലിന്റെ ഡെപ്ത് ഈ ഒരു ഡയമെൻഷനിൽ നിന്നൊക്കെ? ഹുദ, ഫയലിന്റെ ഡെപ്ത് എത്രയാ? 5 ആണ്. എന്തോ 6 എങ്ങനെയാ കിട്ടിയ 6? എങ്ങനെയാ കിട്ടിയേ? 154 മൈനസ് 148. ഇതാണ് പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഫ്ലോർ തൊട്ടുള്ള വാല്യൂ ആണ്. 154ൽ നിന്ന് 148 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഓക്കെ, 154 മൈനസ് 148 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പൈലിന്റെ ഡെപ്ത് കിട്ടും. അത് അങ്ങ് മാർക്ക് ചെയ്യുക. സോ ഡി എന്ന് പറയുന്നത് എത്ര കിട്ടും? ഡെപ്ത് ഓഫ് പൈൽ, ഡെപ്ത് ഓഫ് ഇന്റർമീഡിയറ്റ് പൈൽ ഡി ഈസ് ഈക്വൽ ടു 154 മൈനസ് 148 ഈസ് ഈക്വൽ ടു 6 മീറ്ററിന് കിട്ടും. അത് 6 മീറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ ഡയമെൻഷൻ എത്രയായിരിക്കും? ഈ ഡയമെൻഷൻ ഞാനിവിടെ ചെറുതായിട്ട് സിമ്പിൾ പ്രൊഫൈൽ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് എന്താ, ഫ്ലോറിന്റെ സ്റ്റാർട്ട് തൊട്ട് ഇന്റർമീഡിയറ്റ് പൈല് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആദ്യത്തെ ആ ഒരു ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അത്രയും വാല്യൂ എത്രയായിരിക്കും? ഫിഗർ നോക്കിയിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഇന്റർമീഡിയറ്റ് പൈൽ ഇതാണ്. ഇന്റർമീഡിയറ്റ് പൈലിലേക്ക് നമ്മുടെ ഫ്ലോറിന്റെ സ്റ്റാർട്ട് തൊട്ടുള്ള വാല്യൂ ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ആ ഡയമെൻഷൻ എത്രയായിരിക്കും?
ഹുദാ Miss അല്ലടാ. 16.4. 16.4 എങ്ങനെ കിട്ടി? 15.8 plus 15.8 പ്ലസ് 0.6. അതായത് ഫ്ലോറിന്റെ സ്റ്റാർട്ട് തൊട്ട് പൈല് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15.8 പ്ലസ് 0.6 ആണ്. സോ അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 16.4 എന്ന് കിട്ടും. പിന്നെ ടോട്ടൽ ലെങ്തും കൂടെ, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 54. ഫ്ലോർ ലെങ്ത് എന്ന് പറയുന്നത് 50, ടോട്ടൽ ഫ്ലോർ 57 അല്ലെ? ടോട്ടൽ ഫ്ലോർ ലെങ്ത് എന്ന് പറയുന്നത് 57 ആണ്. അത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മീറ്റർ. സോ ഇതാണ് ആ സിമ്പിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് ഏത് ഫയലിനെയാണോ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത് ആ ഫയല് മാത്രം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ നമ്മൾ എഴുതി വെച്ചു. ഓക്കെ. സോ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പൊ സിമ്പിൾ പ്രൊഫൈൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കീ പോയിന്റ്സ് ഉണ്ട്. കീ പോയിന്റ്സ് E2, D2, C2. അപ്പം ഈ ഓരോ കീ പോയിന്റ്സിലും ഉണ്ടാകുന്ന 5 വാല്യൂ, ആക്യുറേറ്റ് അല്ലാത്ത 5 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 5E2, 5D2, 5C2 കാണാൻ വേണ്ടി 5E2, 5D2, 5C2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ജോമെറ്റ് 5E2, 5D2, 5C2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ചാർട്ട് എടുത്തു കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ കോസ്ലാസ് ചാർട്ട് ഇതാണ്. നിങ്ങളുടെ കയ്യിൽ കോസ്ലാസ് ചാർട്ട് ഉണ്ട്. കോസ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ ഏത് ചാർട്ടാണ് യൂസ് ചെയ്യേണ്ടത്? വലിയ ചാർട്ടാണ്. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫയലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വലിയ ചാർട്ടാണ്. ഇവിടെ നോക്കുക. ഓക്കെ, ഈ കാണുന്ന ചാർട്ട്, ഇതിൽ 2 ചാർട്ട് ഉണ്ട്. അതിൽ വലിയ ചാർട്ടാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇന്റർമീഡിയറ്റ് ഫയലിന്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത് വലിയ ചാർട്ടിന്റെ സൈഡിലായിട്ടാണ്. ഓക്കെ, ഇനി ഈ ചാർട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കുക. നിങ്ങളുടെ ഈ വലിയ ചാർട്ടിൽ തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്. വലിയ ചാർട്ടിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ ഇത് നോക്കി. ഇവിടെ നോക്കുക. ഈ ഒരു പൊസിഷൻ ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ചാർട്ടാണ് നിങ്ങളുടെ കോസ്ലാസ് ചാർട്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതിന്റെ ഒരു സൈഡിൽ ഇവിടെ കണ്ടോ കേർവ്സ് ഓഫ് 5C. അതായത് ആ ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് 5C കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കേർവ്സും, അതിന്റെ റൈറ്റിൽ അപ്വേർഡ് ആയിട്ട് കിടക്കുന്നത് കേർവ്സ് ഫോർ 5D എന്നുമാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ എഴുതിയിരിക്കുന്നത് കേർവ്സ് ഫോർ 5D എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, കേർവ്സ് ഫോർ 5D. ഇത് കേർവ്സ് ഫോർ 5C. അതിന് ആരോ മാർക്കും അവർ ഇട്ടിട്ടുണ്ട്. എവിടെ വരെയാണ് 5Cക്ക് ഉള്ള കേർവ്സ് എന്നും 5Dയുടെ കേർവ്സ് എവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് അവര് ആരോ മാർക്ക് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? സോ ഇതാണ് കേർവ്സ് ഫോർ 5Dയും ഇതാണ് കേർവ്സ് ഫോർ 5C എന്ന് പറയുന്നത്. സോ 5Cയും 5Dയും അവരെന്താ ഡിനോട്ട് ചെയ്തേക്കുന്നത്? നമ്മളുടെ ഇന്റർമീഡിയറ്റ് ഫയലിന്റെ
കീ പോയിന്റ്സിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത് EDC എന്നാണ്. ഇവിടെ മാർക്ക് ചെയ്തേക്ക് ഫിഗർ നോക്കുക. ആ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഫയലിന്റെ എല്ലാ കീ പോയിന്റ്സിനെ EDC എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ 5E കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇവിടെ കേർവ്സ് ഫോർ 5C എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും പോർഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം 5D കാൽക്കുലേറ്റ് ചെയ്യാൻ കേർവ്സ് ഫോർ 5D എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 5Cയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. 5Cയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കേർവ്സ് ഉണ്ട്, കുറേ കേർവ്സ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഏത് പാർട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കുക. 5C കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ താഴേക്കുള്ള പാർട്ടാണ് 5C കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ 5D കാൽക്കുലേറ്റ് ചെയ്യാനോ ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ മുകളിലേക്കുള്ള ആ ഒരു പോർഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇനി 5C എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, 5C എന്ന് പറയുന്ന ഏത് കീ പോയിന്റാ? ഇന്റർമീഡിയറ്റ് ഫയലിന്റെ എൻഡിൽ വരുന്ന കീ പോയിന്റ് ആണ് C എന്ന് പറയുന്ന പോയിന്റ്. സോ 5C എന്ന് പറയുന്ന അവിടുത്തെ പ്രഷർ ആയിരിക്കും. സോ ഈ കേർവ്സ് ഫോർ 5C കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് കണ്ടോ, 10, 20, 30, 40 ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് 5Cയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ആ 5Cയുടെ ഏത് വാല്യൂ ആണെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെ വേണം നോക്ക്. B1/B റേഷ്യോയും വേണം, ആൽഫ വാല്യൂ വേണം. ഇതുണ്ട് കുറേ കേർവ്സ് ഉണ്ട്, ആ കേർവ്സിലെ ആൽഫ വാല്യൂവും B1/B എന്ന് പറയുന്ന വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, 5C കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് B1/B റേഷ്യോയും വേണം, ആൽഫ വാല്യൂ വേണം. ഇനി എന്താണ് B1, എന്താണ് B? അത് കണ്ടുപിടിക്കാൻ ഫിഗർ എടുക്കുക. ഫിഗറിൽ അവരെല്ലാം ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് B1 എന്ന് നോക്കിക്കേ. ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് സ്റ്റാർട്ടിങ് തൊട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് B1. B എന്ന് പറയുന്നതോ ഇവിടെ നോക്കുക, B1 ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഫിഗറിൽ നോക്കുക. B1 എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തേക്കുന്ന എന്താ? ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് ഫ്ലോറിന്റെ സ്റ്റാർട്ട് തൊട്ടുള്ള പോയിന്റ് ആണ് B1 എന്ന് പറയുന്നത്. B എന്ന് പറയുന്നതോ ഫ്ലോറിന്റെ ലെങ്ത് ആണ്, ടോട്ടൽ ഫ്ലോർ ലെങ്ത് ആണ് B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോ B1ഉം Bയും നിങ്ങൾക്ക് അറിയാം. ഇനി എന്തും കൂടെ വേണം, ആൽഫ വാല്യൂം കൂടെ വേണം. ഓക്കെ, ആദ്യമേ തന്നെ നിങ്ങൾ ഈ B1/Bയും ആൽഫ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇന്റർമീഡിയറ്റ് ഫയലില് 5 വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ രണ്ട് വാല്യൂസും വേണം, B1/Bയും ആൽഫയും. B1 എന്താന്നും B എന്താന്നും അറിഞ്ഞു. ഇനി ആൽഫ എന്താണ്? ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ഒരു ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്, ആൽഫ ഇസ് ഈക്വൽ ടു B/D എന്ന്. ഓക്കെ, ആൽഫ ഈക്വൽ ടു ഇവിടെ കണ്ടോ ചെറുതായിട്ട് കൊടുത്തേക്കുന്ന ആൽഫ ഈക്വൽ ടു B/D. B/D എന്താണ് B? B എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോർ ലെങ്ത്. D എന്താന്നാ കാണിച്ചിരിക്കുന്നത്? ഇതുണ്ട് ഇവിടെ D എന്താന്നും കാണിച്ചിട്ടുണ്ട്. D എന്താ? ഡെപ്ത് ഓഫ് ഫയലാണ്. സോ നിങ്ങൾക്ക് B1/Bയും B1/Bയും ആൽഫ വാല്യൂ അറിയാമെങ്കിൽ എങ്ങനെയാണ് 5 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, സോ നിങ്ങൾക്ക് B1/Bയും ആൽഫ അറിയാം. ഫോർ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളുടെ B1/B വാല്യൂ 0.3 ആണെന്ന് വിചാരിക്കുക. B1/B എന്ന് പറയുന്നത് 0.3യും ആൽഫ എന്ന് പറയുന്നത് ഒരു ആൽഫ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിച്ചു. ആൽഫ 1 എന്ന് വിചാരിക്കുക. B1/B 0.3, ആൽഫ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? B1/Bയില് സ്കെയിൽ വെക്കുക. അതായത് 0.3യില് സ്കെയിൽ വെച്ച് അത് ആൽഫ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു കേർവിൽ, ഇത് കണ്ട് ഇതാണ് ആൽഫ ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേർവ്. ഓക്കെ, ആൽഫ ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേർവെ കൊണ്ടേ മുട്ടിക്കുക. സോ ഇവിടെയാണ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൽഫ ഈക്വൽ ടു 1ലേക്ക് B1/B ചെന്ന് മുട്ടുന്ന പോയിന്റ് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ എത്രയാ നിങ്ങൾക്ക് കിട്ടുന്നത്? 5Cയുടെ വാല്യൂ എന്ന് പറയുന്നത് 5C ഈക്വൽ ടു 20% എന്ന് കിട്ടും. ഓക്കെ,
അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 5C വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ. സോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതെല്ലാം 5C കേർവ്സ് ആണ്. 5C കേർവ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? B1/Bയും വേണം, ആൽഫയും വേണം. ആ രണ്ട് വാല്യൂസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് നോക്കുക, നേരെ ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. അതാണ് 5C എന്ന് പറയുന്നത്. 5C കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ. ഇനി ഇതുപോലെ തന്നെയാണ് 5Dയും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 5Dയുടെ വാല്യൂ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ ഇപ്പൊ ഏത് കേർവാ യൂസ് ചെയ്യേണ്ടത്? B1/Bയും നിങ്ങൾക്ക് വേണം, ആൽഫയുടെ വാല്യൂ വേണം. B1/Bയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 0.9 ആണെന്ന് വിചാരിക്കുക. ആൽഫ എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5D എങ്ങനെ കണ്ടുപിടിക്കും? 5D എന്ന് പറയുന്നത് 0.9 എടുത്തിട്ട് ഏത് കേർവിൽ വേണം മുട്ടിക്കാൻ? ഇതിന്റെ മുകളിലേക്കുള്ള കേർവ്സ് എടുക്കണം. നമ്മൾ 5D ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ താഴത്തെ കേർവ്സിലും നിങ്ങൾക്ക് ഈ ആൽഫയുടെ വാല്യൂ 2 ഉണ്ടാവും ഇല്ലേ? ഇതേ നോക്കി, ഇവിടെ ഒരു 2 ഉണ്ട്. 5D കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ 0.9 എടുത്തിട്ട് 5Cയിലെ കേർവ്സിൽ കൊണ്ട് കൊടുക്കരുത്. എവിടെ വേണം എടുക്കാൻ വേണ്ടി? 5Dയിലെ ആൽഫ ഈക്വൽ ടു 2 എടുക്കണം. ക്ലിയർ ആണോ? 5D കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കേർവ്സ് ഓഫ് 5D വേണം യൂസ് ചെയ്യാൻ. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം B1/Bയുടെ വാല്യൂ 0.9 ആണ്, ആൽഫ 2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ആൽഫ ഈക്വൽ ടു 2 കണ്ടെന്ന് വിചാരിച്ച് നേരെ അതെടുത്ത് വാല്യൂ എത്രയാന്നുള്ളത് മെഷർ ചെയ്യരുത്. 5D ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 0.9 B1/B 0.9 എടുക്കുക. എന്നിട്ട് നേരെ എവിടെ കൊണ്ടുപോകാം? 5Dയിലെ കേർവിലെ ആൽഫ ഈക്വൽ ടു 2 എടുക്കുക. ഓക്കെ, 5Dയിലെ ആൽഫ ഈക്വൽ ടു 2 വേണം എടുക്കാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതാണ് ആൽഫ ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. സോ അതിനെ നേരെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് എത്രയായിരിക്കും? 39% ആയിരിക്കും നിങ്ങളുടെ 5D എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5D ആണ്. ആൽഫയുടെ വാല്യൂ 3, B1/B റേഷ്യോ 0.8. അങ്ങനെയാണ് 5D കാൽക്കുലേറ്റ് ചെയ്യൂ. D കാൽക്കുലേറ്റ് ചെയ്യണം. ആൽഫ വാല്യൂ 3, B1/B 0.8. വാല്യൂ പറഞ്ഞ്. ജോമെറ്റ് എത്രയാ വാല്യൂ? 38 ആണോ? ഒരു മിനിറ്റ്. യെസ്, 38 തന്നെ. എല്ലാവർക്കും ക്ലിയർ ആണോ ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചതെന്നുള്ളത്? B1/B അറിയാം, ആൽഫയും അറിയാമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ.
B1 by B value 0.3 ആണെന്ന് വിചാരിച്ചു. ആൽഫ 3 അങ്ങനെയാണെങ്കിൽ 5D അങ്ങനെ കണ്ടുപിടിക്കും. B1 by B 0.3 ആൽഫ 3 അങ്ങനെയാണെങ്കിൽ 5D അങ്ങനെ കണ്ടുപിടിക്കും. കെവിൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇൻഫിനിറ്റി അല്ലേ? എന്തോ ഇൻഫിനിറ്റി ആയിട്ടാണ് വരുന്നത്. നിനക്ക് എന്തായാലും ഓക്കെ. ഇൻഫിനിറ്റി അല്ല. കാര്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്താന്ന് വെച്ചാ ഇവിടെ നോക്കുക, B1 by B എന്ന് പറയുന്നത് ഞാൻ 0.3 എന്നാ പറഞ്ഞത്. പക്ഷേ B1 by B നെ ഞാൻ നേരെ മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അവിടെ 5Dയുടെ കേർവ് ഇല്ല. അപ്പൊ നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ 5Dയുടെ വാല്യൂ? 5Dയുടെ ആൽഫയുള്ള കുറെ കേർവ്സ് വേണമായിരുന്നു, ആ കേർവ്സ് ഇല്ല അല്ലേ? ഇവിടെ നോക്കുക, B1 by B എന്ന് പറയുന്നത് 0.3 ആണ്. 0.3 മുകളിലോട്ട് എടുക്കുമ്പോൾ 5Dയുടെ കേർവ്സ് അവിടെ ഇല്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? 5Dക്ക് വാല്യൂ വേണം. അങ്ങനെ കേർവ്സ് ഇല്ലാതെ വരുന്നത് കൊണ്ട് 5D കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എങ്ങനെയാണ് 5D കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നോക്കുക, ഈ ഒരു പോർഷൻ വായിച്ചു നോക്കിയേ. ഈ ഒരു പോർഷൻ വായിച്ചു നോക്കുക. ടു ഗെറ്റ് 5D ഫോർ വാല്യൂസ് ഓഫ് B1 by B ലെസ് ദാൻ 0.5. അതായത് ഇവിടെ നോക്കി, ഈ ഒരു പോയിന്റ് വരെ 5Dക്ക് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് 0.5 വരെയാ. നോക്കിയേ, 0.5 വരെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 0.5ന് ശേഷമുള്ള 5D വാല്യൂസ് കണ്ടുപിടിക്കാൻ പാടാണ്. സോ 5Dയുടെ വാല്യൂ B1 by B ലെസ് ദാൻ 0.5 ആണെങ്കിൽ എങ്ങനെ 5Dയുടെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് ചാർട്ട് തന്നെ പറയുന്നുണ്ട്. അവരെന്താ പറയുന്നത് നോക്കുക. To get 5D for values of B1 by B less than 0.5, read 5D for base ratio 1 minus B1 by B. Okay. അപ്പൊ നമ്മളോട് അവര് പറയുന്ന ഒരു മെത്തേഡ് എന്താന്ന് വെച്ചാ, B1 by B 0.5നേക്കാളും കുറവാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് B1 by Bക്ക് പകരം 1 minus B1 by B കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ B1 by B എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ B1 by B ഞാൻ ഇപ്പൊ എത്രയായിരുന്നു പറഞ്ഞത്? 0.3 ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ 0.3 വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 minus B1 by Bയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. 1 minus B1 by B എന്ന് പറയുന്നത് എത്ര വരും? 1 minus 0.3 equal to 0.7. സോ 0.7ന്റെ 5D വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 0.3യുടെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? 0.7ന്റെ 5D വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ അതല്ല 5D എന്ന് പറയുന്നത്. ആൻഡ് സബ്ട്രാക്ട് ഫ്രം 100. കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിനെ 100ൽ നിന്ന് മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇപ്പൊ 0.3യുടെ ഞാൻ എടുക്കുകയാണ്. 0.3യും ആൽഫ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, B1 by B എന്ന് പറയുന്നത് 0.3യും ആൽഫയുടെ വാല്യൂ 3യും ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 minus B1 by B കണ്ടുപിടിക്കുക. 1 minus B1 by B എന്ന് പറയുന്നത് എത്രയാ? 1 minus B1 by B എന്ന് പറയുന്നത് 0.7. 0.7ന്റെ 0.7ഉം ആൽഫ ഈക്വൽ ടു 3യും എന്നുള്ള രീതിയിൽ 5D വാല്യൂ കണ്ടുപിടിച്ച് പറയാവോ കെവിൻ? 7ന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ ഈക്വൽ ടു 3യിൽ കൊണ്ട് മുട്ടിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5. ഇപ്പം 0.7നും ആൽഫ ഈക്വൽ ടു 3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാ? 5 വാല്യൂ. കെവിൻ?
30 something. എന്തോ? ഒരു മിനിറ്റ്. ആ 40 ആണ്. എന്തോ? 40 ആണോ? 40 അല്ലെ. 0.7 നേരെ ആൽഫ ഈക്വൽ ടു 3 കൊണ്ട് മുട്ടിക്കുമ്പോ നമുക്ക് 40 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ. സോ പക്ഷെ 40 അല്ല നിങ്ങളുടെ വാല്യൂ. ആ കിട്ടുന്ന വാല്യൂവിന് 100ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ 5D വാല്യൂ എന്ന് പറയുന്നത്. ഒറിജിനൽ 5D എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 മൈനസ് 40, അതായത് 60% ആയിരിക്കും 5D എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ 0.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേർവ് ഇല്ല. കേർവ് ഇല്ലാത്ത സമയത്ത് അവർ പറയുന്ന ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അവർ പറഞ്ഞ മെത്തേഡ് എന്താ? 1 മൈനസ് b1/b കണ്ടുപിടിച്ച് 5D എത്രയാണെന്ന് നോക്കുക. എന്നിട്ടോ ആ കിട്ടിയ വാല്യൂ 100ൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? ഇതിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ടു ഗെറ്റ് 5D ഫോർ വാല്യൂസ് b1/b ലെസ് ദാൻ 0.5, റീഡ് 5D for base ratio 1 minus b1/b and subtract from 100. ഇപ്പൊ നമ്മള് കുറവാണെങ്കിൽ 5D റീഡ് ചെയ്യണം. ഏത് ബേസ് റേഷ്യോയ്ക്ക്? 1 മൈനസ് b1/b എന്ന് പറയുന്ന ബേസ് റേഷ്യോയ്ക്ക് നമ്മൾ 5D റീഡ് ചെയ്യുക. എന്നിട്ട് അത് ആ വാല്യൂവിനെ 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശരിക്കുള്ള 5D എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്? നമുക്കിവിടെ 5Dയുടെ വാല്യൂ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കേർവ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി കൃതിക് ഒരു 5 വാല്യൂ 5C കാൽക്കുലേറ്റ് ചെയ്യണം. 5Cയുടെ വാല്യൂ വേണം. b1/b റേഷ്യോ എന്ന് പറയുന്നത് 0.5, ആൽഫ എന്ന് പറയുന്നത് 3. 5Cയുടെ വാല്യൂ പറയൂ. അതില്ല എന്താ അത് ഇല്ലടാ, അത് വീട്ടിൽ കൊണ്ടുപോയി. %34. 34 എങ്ങനെ കിട്ടിയേ? അത് നേരെ ഇതാക്കിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് അതിന്റെ സൈഡ് നോക്കി. ആണോ അത്? ഇത് 30. ഇത്രയാണ് 32% എടുക്കാൻ. ഓക്കെ, അപ്പൊ 32% ആണ് 5C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഓരോ കോഴ്സിനും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഇനി നെക്സ്റ്റ്, അപ്പൊ നമുക്ക് 5Dയും 5Cയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് മനസ്സിലായി. നമുക്കിവിടെ 5Cക്കും 5Dക്കും ആണ് കേർവ് ഉള്ളത്. പക്ഷെ നമുക്ക് ഒരു വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഇനി 5E വാല്യൂ വേണ്ടേ? 5E കണ്ടുപിടിക്കണ്ടേ? ഡിയും സിയും ഓക്കെ ആണ്, അതിനുള്ള കേർവ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇക്ക് കേർവ് ഉണ്ടോ? ഇക്ക് അവിടെ കേർവ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിട്ടുണ്ട് 5E എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ടു ഫൈൻഡ്, ഇവിടെ വായിച്ചു നോക്കാം. ടു ഫൈൻഡ് 5E for any value of alpha and ratio b1/b. ഓക്കെ, അപ്പൊ ആൽഫയുടെ വാല്യൂ ഏതെങ്കിലും ആയിക്കോട്ടെ,
ഏതെങ്കിലും ഒരു ആൽഫയ്ക്കും ഒരു ബേസ് റേഷ്യോ B1/B ആണെങ്കിൽ എങ്ങനെ ഫൈ ഇ കാൽക്കുലേറ്റ് ചെയ്യും? റീഡ് ഫൈ സി. ഫൈ സിയുടെ വാല്യൂ റീഡ് ചെയ്യുക ഫോർ ബേസ് റേഷ്യോ 1 - B1/B. 1 - B1/Bക്ക് ഫൈ സിയുടെ വാല്യൂ റീഡ് ചെയ്യുക ഫോർ ദാറ്റ് വാല്യൂ ഓഫ് ആൽഫ ആൻഡ് സബ്ട്രാക്ട് ഫ്രം 100. ഓക്കെ, അതാണ് അപ്പോഴത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഫൈ ഇക്ക് ഇവിടെ കേഴ്സ് ഇല്ല. കേഴ്സ് ഇല്ലാതെ വരുമ്പോ എന്ത് ചെയ്യണം? 1 - B1/B. ഫോർ ഇൻസ്റ്റന്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 1ഉം B1/B എന്ന് പറയുന്നത് 0.2 ആണെന്ന് വിചാരിച്ചു. അല്ലെ, 0.6 ആണെന്ന് വിചാരിച്ചു. B1/B എന്ന് പറയുന്നത് 0.6 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൽഫ ഈക്വൽ ടു 1, B1/B എന്ന് പറയുന്നത് 0.6. പക്ഷെ നമുക്ക് വേണ്ടത് ഏതാ? ഫൈ ഇ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈ ഇ വാല്യൂ കാൽക്കുലേറ്റും ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫൈ ഇക്ക് ഇവിടെ കേഴ്സ് ഉണ്ടോ? കേഴ്സ് ഇല്ല. ആകെ ഉള്ളത് ഫൈ സിക്കും ഫൈ ഡിക്കും ആണ്. അതുകൊണ്ട് അവര് പറഞ്ഞ റൂള് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? B1/B റേഷ്യോയ്ക്ക് പകരം 1 - B1/B കാൽക്കുലേറ്റ് ചെയ്യുക. 1 - B1/B എന്ന് പറയുമ്പോൾ എത്ര വരും? 0.4. അപ്പം റീഡ് ഫൈ സി. ഫൈ സിയുടെ വാല്യൂ റീഡ് ചെയ്യണം ഫോർ ബേസ് റേഷ്യോ 1 - B1/B ആൻഡ് ഫോർ ആൽഫ. ആൽഫയുടെ വാല്യൂവിന് മാറ്റവും ഇല്ല. അപ്പൊ 1 - B1/B 0.4ഉം 1ഉം ആണ് എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഏത് വാല്യൂ റീഡ് ചെയ്യണ്ടേ? ഫൈ ഡി റീഡ് ചെയ്യുക. അപ്പൊ B1/B എന്ന് പറയുന്നത്, അതായത് ബേസ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ 0.4 എടുത്തു. 0.4 എന്ന് പറയുന്നത് ആൽഫയുടെ ഏത് കേർവിലെ യൂസ് ചെയ്യണ്ടേ? ഫൈ സി കേർവ്സിലെ ആൽഫ വാല്യൂ 1 ആയിട്ട് എടുക്കുക. ഓക്കെ, ഫൈ സി കേർവ്സിലെ ആൽഫ ഈക്വൽ ടു 1 എടുത്തു. എന്നിട്ട് ഈ വാല്യൂ റീഡ് ചെയ്തു. റീഡ് ചെയ്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടും? 20, 19. സോ എത്ര കിട്ടും? 17 എന്ന് കിട്ടും. 17 ആണോ വാല്യൂ? 17 അല്ല. എന്നിട്ട് അവരെന്നാ പറയുന്നത്? ആ വാല്യൂ 100ൽ നിന്ന് മൈനസ് ചെയ്യാൻ ആൻഡ് സബ്ട്രാക്ട് ഫ്രം 100. ഇപ്പൊ 17 ആണ് കിട്ടിയതെങ്കിൽ 100 മൈനസ് 17 ചെയ്യണം. 100 മൈനസ് 17 ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടും? 83 അല്ലെ? 83% കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ഫൈ ഇ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അവിടെ കേഴ്സോ അല്ലെങ്കിൽ വാല്യൂസോ ഇല്ല എന്ന് കണ്ടാൽ നേരെ എന്ത് ചെയ്യുക? 1 - B1/B എടുത്തിട്ട് കിട്ടുന്ന വാല്യൂ 100ൽ നിന്ന് മൈനസ് ചെയ്യുക. പക്ഷെ ഫൈ ഇ വരുമ്പോഴത്തേക്കും ഫൈ സി കേർവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫൈ ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫൈ സി കേർവിലെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? 1 - B1/Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 100ൽ നിന്ന് മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? നമുക്ക് എന്നാ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുമ്പോൾ ഓരോന്നും മനസ്സിലായി വരും. സോ അത് അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യത്തെ വാല്യൂസ് ഫൈ ഇ, ഫൈ ഡി, ഫൈ സി കണ്ടുപിടിക്കും. അതിനുശേഷം കറക്ഷൻസ് ഇക്ക്, ഡിക്ക്, സിക്ക് ഒക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്റർമീഡിയറ്റ് ഫയൽ എടുത്തിട്ട് ഓരോരുത്തരായിട്ട് പറഞ്ഞു. സോ ഇതാണ് നമ്മളുടെ ഇന്റർമീഡിയറ്റ് ഫയലിന്റെ ഓരോ ഡയമെൻഷൻസ്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണമെങ്കിലും ആദ്യം തന്നെ ഏതൊക്കെ വാല്യൂസ് വേണം? ഫൈ ഇ ആണെങ്കിലും ഫൈ ഡി ആണെങ്കിലും ഫൈ സി ആണെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട വാല്യൂസ് എന്തൊക്കെയാ? ലോകേഷ്, ഹലോ ലോകേഷ്, പറ, ഏതൊക്കെ വാല്യൂസാ വേണ്ടേ? എന്തൊക്കെയാ?
B1. B1 മതിയോ? B1 B alpha. B1 by B. Then B1 by B യും alpha. ആൽഫ. സോ B1 ന്റെ വാല്യൂ എത്രയാ? B1 എന്താന്ന് നോക്കിയേ. മയൂഖ B1 ന്റെ വാല്യൂ എത്രയാ? 16.4. 16.4. B1 എന്ന് പറയുന്നത് എന്താ ശരിക്കും? B1 എന്ന് പറയുന്നത് എന്താ ശരിക്കും? എന്താ സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ഫൈൽ. സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫസ്റ്റ് പൈൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം B1 by B എന്ന് സോ B1 16.4. ബിയോ? ബി വാല്യൂ എത്രയാ? ബി എന്താ? ടോട്ടൽ ലെങ്ത് എത്രയാ? 57. സോ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ആൽഫയുടെ ഇക്വേഷൻ എന്താ? ആൽഫ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഫിഗറിലുണ്ട്. ആൽഫയുടെ ഇക്വേഷൻ എന്താ? മയൂഖ? B by D. So B by D equal to B എത്രയാ? 57 divided by D എന്താ? D pile length പൈലിന്റെ 6 meter. 6. സോ ഈ രണ്ട് വാല്യൂസ് എത്രയാന്ന് പറഞ്ഞു? First is the 0.287. 0.287. ആൽഫ 9.5. 9.5. സോ നമ്മൾ ആദ്യം തന്നെ 5E2, അതായത് ഇന്റർമീഡിയറ്റ് ഫയലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വാല്യൂ 5E വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ 5E വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 5E വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചാർട്ടിൽ 5Eയുടെ കേഴ്സ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5C യൂസ് ചെയ്യണം. അതിന് 1 - B1 by B റേഷ്യോ യൂസ് ചെയ്ത് ആൽഫയുടെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5C കണ്ടുപിടിച്ചിട്ട് 100 - 5C ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. നസീഹത്ത് 5E വാല്യൂ പറഞ്ഞു. 5Eക്ക് കണ്ടുപിടിക്കാൻ B1 by B മതിയോ? അല്ല, 1 - B1 by B. 1 - B1 by B വേണം. സോ 1 - B1 by B എത്രയാ? 1 - 0.287 ചെയ്യുക. എത്ര കിട്ടും? 0.713. ഓക്കെ, 0.713 എന്ന് വരും. ആൽഫയുടെ വാല്യൂ 9.5. എന്നിട്ട് എന്താ കണ്ടുപിടിക്കുന്നത്? ഏത് കർവാ യൂസ് ചെയ്യുന്നത്? 5C ആണോ 5D ആണോ? 5C. ഓക്കെ, അത് വെച്ച് കണ്ടുപിടിക്കോ? കിട്ടും. 0.713 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവിടെ നോക്കുക, ഇത് 0.7, ഇത് 0.8. ഇപ്പൊ 0.7നും 0.8നും ഇടയ്ക്ക് 10 ഡിവിഷൻസ് ആണുള്ളത്. അതുകൊണ്ട് 0.7 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ വരുന്നത് അതിന്റെ ഇടയ്ക്ക് വരും 13 എന്ന് പറയുന്നത്. അപ്പൊ 0.713, 9.5 എന്ന് പറയുന്ന കേർവ് ഇല്ല. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു അസ്യൂം ചെയ്തെടുക്കുക 9നും 8നും ഇടയ്ക്ക് എന്നുള്ള രീതി. അങ്ങോട്ടേക്ക് വരുമ്പോ ഏകദേശം എല്ലാ കേർവും ഒരുമിച്ചാണ് വരിക.
പറയൂ എത്രയാ വാല്യൂന്ന്? നസീഹത്ത് മിസ് 29 ആണ്. 29 ആണോ? 5E 5E എത്രയാ? 100 minus 29. 100 minus 29. ഓക്കെ. അപ്പൊ 100 minus 29 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 71. 71% കിട്ടും. സോ ഇതാണ് 5E വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും 5E എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളത്? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി നെക്സ്റ്റ് 5E കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണ്ടേ? 5D വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 5D കണ്ടുപിടിച്ചേ. നീ അത് പറഞ്ഞാൽ മതി. 5D. ഇവിടെ 1 മൈനസ് B1/B ആവശ്യം ഉണ്ടോ? ഇല്ല. 5D കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1 മൈനസ് B1/B ആവശ്യമില്ലേ? ശരിക്കും B1/B എന്ന് പറയുന്നത് എത്രയാ? B1/B എന്ന് പറയുന്നത് നമ്മളുടെ കേസിൽ എത്രയാ? 0.28 ആണ് അല്ലെ? സോ 0.28 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5D കിട്ടുമോ? 8ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 5D കർവ് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്ത് വേണം? എന്ത് ചെയ്യണം നേത? 1 മൈനസ് 0.28 ചെയ്തിട്ട് 1 മൈനസ് B1/B, അതായത് 0.713ക്കും ആൽഫ ഈക്വൽ ടു 9.5നും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് 100 മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചെയ്തോ. ഇപ്പൊ 0.713ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ ഈക്വൽ ടു 9.5 എടുക്കണം. 9.5 എന്ന് പറയുന്ന ഏത് കർവിലെ എടുക്കണം? കർവ് ഡിയിലെ 9.5ന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുക. ഓക്കെ. എത്രയാ കിട്ടുന്നേ? 37 അല്ലേ? ഓക്കെ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ കിട്ടിയേ? 37 അല്ലേ? 37 എന്ന് വരും. ഓക്കെ. 37 ആണോ 5D? 5Dയുടെ വാല്യൂ എത്രയാ? 100 മൈനസ് 37. 100 മൈനസ് 37 ചെയ്യുമ്പോൾ
എത്ര കിട്ടും? 63%. സോ 5D2 കിട്ടി 63%. ഇനി എന്തും കൂടെ കണ്ടുപിടിക്കണം? 5C2. 5C കാൽക്കുലേറ്റ് ചെയ്തേ. റുഹിമ, 5Cയുടെ വാല്യൂ പറയേ. 5Cക്ക് 1 - B1/B വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നേരിട്ട് തന്നെ വാല്യൂ എത്രയാന്ന് വെച്ചാ എടുത്താൽ മതി. അപ്പൊ നമ്മളുടെ B1/B റേഷ്യോ എത്രയാ? 0.287. സോ 0.2 ഇതാണ് 0.28 എന്ന് പറയുമ്പോ ഇത് 287 എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഏകദേശം 29 അടുത്ത് വരും അല്ലെ? അപ്പൊ 29 അടുത്ത് വന്നു. ആൽഫ എത്രയാ? 9.5. എത്ര വാല്യൂന്ന് കണ്ടുപിടിച്ചിട്ട് പറ കേട്ടോ. $57. 57. ഓക്കെ. സോ 5Cയുടെ വാല്യൂ B1/B റേഷ്യോ 0.287, ആൽഫ എന്ന് പറയുന്നത് 9.5 ആകുമ്പോഴത്തേക്കും 5C ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 57%. ഓക്കെ. സോ ഈ വാല്യൂസ് എല്ലാം എടുക്കുന്ന എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ നമുക്ക് 3 കീ പോയിന്റ്സിന്റെയും പ്രഷർ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തു. ഇതെല്ലാം ശരിയാണെന്ന് ഉറപ്പുണ്ടോ? ആക്യുറേറ്റ് ആണോ? കറക്റ്റ് വാല്യൂസ് ആണോ ഇതെല്ലാം? അല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് സിമ്പിൾ പ്രൊഫൈലിന്റെ ആണ്. അതിനെ ഒരു കോംപ്ലക്സ് പ്രൊഫൈലിലോട്ട് ഇനി കൺവേർട്ട് ചെയ്യണം അല്ലെ? ഇത് സിമ്പിൾ ആയിട്ടാണ് എടുത്തത്. അപ്പം പല പ്രശ്നങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. ഏതിനൊക്കെ കറക്ഷൻ അപ്ലൈ ചെയ്യണം? സായുജ്യ, ഇതിൽ ഏതൊക്കെ പോയിന്റ്സിന് കറക്ഷൻസ് വേണ്ടേ? കീ പോയിന്റ്സിന് ഏതൊക്കെയാ? എന്തോ? E2-ഉം C2-നുമാണ് കറക്ഷൻസ് വേണ്ടത്. E2-ൽ ഏതൊക്കെ കറക്ഷൻസ് അപ്ലൈ ചെയ്യണം? Correction for mutual interference. മ്യൂച്വൽ ഇന്റർഫറൻസ്. ഏത് കാരണമാണ് അവിടെ ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്? E2-ൽ ഇന്റർഫറൻസ് ഉണ്ടാവുന്നത് ഫസ്റ്റ് പൈൽ. ഓക്കെ. ഇനി അടുത്ത കറക്ഷൻ ഏതാ? തിക്നെസിന്റെ കറക്ഷൻ വേണം. അപ്പൊ ആ 2 കറക്ഷൻ എന്തായാലും വേണം. പിന്നെ സ്ലോപ്പ് വേണോ? സ്ലോപ്പ് E2-ൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, വേണ്ട. സ്ലോപ്പ് വേണം. സ്ലോപ്പിന്റെ കറക്ഷൻ എവിടെയാ കൊടുക്കേണ്ടത്? C2-ന് കൊടുക്കണം. കാരണം C2-ൽ നിന്നാണ് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് C2-ല് സ്ലോപ്പിന് കറക്ഷൻ വേണം. E2-ല് സ്ലോപ്പിന് കറക്ഷൻ വേണ്ട. സോ 5E2-നും 5C2-നുമാണ് നമ്മൾ ഇവിടെ കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. E2-ല് മ്യൂച്വൽ ഇന്റർഫറൻസും തിക്നെസ്സും വേണം. C2-ലോ? C2-ല് ഏതൊക്കെ കറക്ഷൻസ് വേണം? സായുജ്യ? മ്യൂച്വൽ ഇന്റർഫറൻസ്. ആര് കാരണം C2-ല് മ്യൂച്വൽ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്? ഫയൽ നമ്പർ 3 കാരണമാണ് C2-ല് മ്യൂച്വൽ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. പിന്നെ തിക്നെസ് വേണോ?
തിക്നെസ് വേണ്ടേ? വേണം. എപ്പോഴും തിക്നെസ് എല്ലാത്തിനും തിക്നെസ് വേണം. ഇതുമായിട്ട് ഫ്ലോറുമായിട്ട് ചേർന്നിരിക്കുന്ന എല്ലാ കീ പോയിന്റ്സിലും തിക്നെസ്സിന് കറക്ഷൻ ചെയ്യണം. പിന്നെ സ്ലോപ്പിനും വേണം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് കറക്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പൊ 5E2-നും 5C2-നും കറക്ഷൻസ് കൊടുത്താൽ മതി. D2 ശരിയാണ്. ഓക്കെ, ഇനി 5E2-നും 5D2-നും നമ്മൾ കറക്ഷൻസ് കൊടുക്കാൻ പോവാം. സോ എഴുതിക്കോ കറക്ഷൻസ്. Corrections for 5E2. 5E2-ന് കറക്ഷൻ കൊടുക്കാൻ പോകുന്നു. അപ്പൊ ആദ്യത്തെ കറക്ഷൻ എന്താ? കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ്. ഇക്വേഷൻ എന്താ? മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ കറക്ഷന്റെ ഇക്വേഷൻ. ഷദ പറഞ്ഞ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ. ഷദ ആബ്സെന്റ്. ഷൈറ മിസ് ഷദന്റെ മൈക്കിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്താ നടന്നേ? ആരെങ്കിലും ഒന്ന് പറ. ഷൈറ 90 into root d by b d by b dash into d plus d dash by b plus d dash by b. ഓക്കെ, ഓരോ വാല്യൂസ് പറഞ്ഞു. d എന്താ? 6 ആണോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എത്ര തവണ പറഞ്ഞു 6 എന്ന് എഴുതി. E2-ല് ഇന്റർഫറൻസ് ഉണ്ടാവാൻ കാരണക്കാരനാരാ? ഫയൽ നമ്പർ 1. ഈ ക്യാപിറ്റൽ ഡി ഇന്റർഫറൻസിന്റെ കറക്ഷനിലെ ഡി എന്ന് പറയുന്ന ടേം എന്താ? -148 153 - 148. എന്താ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഏത് പൈലിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റ് തൊട്ട് ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടം വരെയുള്ള ലെങ്ത് ആണ് അല്ലെ? അപ്പം എത്ര വരണം? 153 - 148. അതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 153 - 148 ഈക്വൽ ടു 5 എന്ന് വരും. ഇനി ഡി ഡാഷോ? ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താ? 153 - 148. പക്ഷെ അതിനൊരു വ്യത്യാസം ഉണ്ട്. എന്താ അതിന്റെ വ്യത്യാസം? ഡി ഡാഷിന്റെ ഡെഫിനിഷൻ എന്താ? ആ പൈലിന്റെ ഡെപ്തിന്റെ ഓക്കെ, എവിടെയാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റ് തൊട്ട് ഏത് പൈലിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പൈലിന്റെ ബോട്ടം വരെയുള്ള ഡെപ്ത് ആണ്. അതായത് 153 - 148. ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എപ്പോഴും സെയിം ആവുന്നില്ല. ഓക്കെ, അപ്പം 153 - 148 തന്നെ ഈക്വൽ ടു 5. ഇനി ബി ഡാഷ് എത്രയാ? ബി ഡാഷ് എന്ന് പറയുന്നത് എന്താ? 15.8. എന്താ ബി ഡാഷ്? ഏതൊക്കെ പൈലുകൾ തമ്മിലാണോ ഇപ്പൊ ഇന്റർഫറൻസ് ചെയ്യുന്നത് ആ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം 15.8. ബിയോ? ബി എന്താ? ബി ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 57. ഓക്കെ, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CI is equal to 19 root 5 divided by 15.8 into 5 plus
5 divided by 57. ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? E2 കറക്ഷൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ്. ബാക്കിലോട്ടായിരുന്നു നെഗറ്റീവ്. നെഗറ്റീവ്. ഓക്കെ, എത്ര വാല്യൂ? 1.875. ഓക്കെ, 1.875 എന്ന് കിട്ടും. 5%. ഇപ്പൊ 5E2 ആദ്യത്തെ കറക്ഷൻ തീർന്നു, കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കറക്ഷൻ എന്താ? 5E2 രണ്ടാമത്തെ കറക്ഷൻ ഏതാ വരുന്നത്? കറക്ഷൻ ഫോർ സോന? കറക്ഷൻ ഫോർ തിക്നെസ്. അതിന്റെ ഇക്വേഷൻ എന്താ? CT equal to 5D1 minus 5D1 minus. നമ്മൾ ഏതിലാ കറക്ഷൻ ചെയ്യുന്നത്? ഇപ്പൊ എവിടെയാ കറക്ഷൻ ചെയ്തോണ്ടിരിക്കുന്ന? ഏതാ? D2 അല്ലേ? 5D2. ഇപ്പൊ നമ്മൾ കറക്ഷൻ ചെയ്യുന്ന D2 നാണോ? E2 minus D2. 5E2 minus D2. 5E2 minus 5D2. ബാക്കി ഇല്ല. By D into T. ഇൻറ്റു T. എന്തുകൊണ്ട് ഇങ്ങനെ ഇക്വേഷൻ വന്നത്? നമ്മൾ E2 ഇപ്പൊ കറക്ഷൻ ചെയ്യുന്നത്. ഡിയില് കറക്ഷനേ വേണ്ട, E2 വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ എഴുതിയേക്കുന്നല്ലേ കറക്ഷൻ ഫോർ E2. E2 ഏതൊക്കെ കറക്ഷൻ ചെയ്യണം? മ്യൂച്വൽ ഇന്റർഫറൻസും ചെയ്യണം, തിക്നെസ്സും ചെയ്യണം. അപ്പൊ മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞു, ഇനി തിക്നെസ് ആണ് ചെയ്യേണ്ടത്. തിക്നെസ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കുക. അപ്പം E2 നിന്ന് D2 പോകുന്നത്, അതുകൊണ്ട് 5E2 minus D2 എന്ന് വരും. അതേസമയം C2 കറക്ഷൻ ചെയ്യേണ്ടതെങ്കിൽ D2 നിന്നാണ് C2 വരുന്നത്, അതുകൊണ്ട് D2 minus C2 എന്ന് വരും. അത് എവിടെ കറക്ഷൻ ചെയ്യുമ്പോഴാണ്? C2 കറക്ഷൻ ചെയ്യുമ്പോഴാണ് ആ ഇക്വേഷൻ വരിക. സോ ഇവിടെ വരുമ്പോൾ 5E2 minus 5D2 by D into T എന്നാണ് ഇക്വേഷൻ. 5E2 വാല്യൂ എത്രയാ? E2 100 minus 5E2. ഓക്കെ, 100 മൈനസ് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ച് വെച്ചില്ലേ? വാല്യൂ എത്രയാ നമുക്ക് കിട്ടിയത്? 71 മൈനസ് D2 എത്രയാ? 63 ബൈ D എത്രയാ? D എന്താ? D 6. ഏത് ഫയലിലാണോ നമ്മൾ കറക്ഷൻ ചെയ്യുന്നത് അതിന്റെ ഡെപ്ത്. E2 E2 എന്ന് പറയുന്ന കീ പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഡെപ്ത് ഓഫ് ഫയൽ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. 6 ഇൻറ്റു തിക്നെസ് എത്രയാ? 1 ചെയ്യുമ്പം CT കിട്ടും. പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഇയിലെ കറക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഈ വാല്യൂ കൂടെ പറയാം. 1.33 എന്ന് കിട്ടും. സോ ഈ രണ്ട് കറക്ഷനെ 5E2 അതുകൊണ്ട് കറക്റ്റഡ് വാല്യൂ എത്രയാന്നുള്ളത് എഴുതുക. കറക്റ്റഡ് വാല്യൂ ഓഫ് 5E2. 5E2 കറക്റ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്? 71 ആണ് ഉണ്ടായിരുന്നത്. 71 നിന്ന് ഇന്റർഫറൻസിന്റെ കറക്ഷനും തിക്നെസിന്റെ കറക്ഷനും കൊടുക്കുക. സോ മൈനസ് ആണ് ഇവിടെ ഉള്ള 71 മൈനസ് 1.875 മൈനസ് 1.33. എത്ര കിട്ടും? കറക്റ്റഡ് 5E2.
67.79% എന്ന് കിട്ടും. 67.79%. അതായിരിക്കും കറക്റ്റഡ് ഫൈ ഇ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഏത് കറക്റ്റ് ചെയ്യണം? D2 കറക്ഷൻ വേണോ? D2 കറക്ഷന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഏതാ കറക്റ്റ് ചെയ്യാനുള്ള? ഫൈ C2 കറക്റ്റ് ചെയ്യണം. ഫൈ C2 കറക്റ്റ് ചെയ്യണം. ഫൈ C2 ഏതൊക്കെ കറക്ഷൻ വേണം? ഫൈ C2 ഏതൊക്കെ കറക്ഷൻ വേണം? Corrections for phi C2. ശ്രീരാഗ് മിസ് ഏതൊക്കെ കറക്ഷൻ വേണം ഫൈ C2 മ്യൂച്വൽ ഇന്റർഫറൻസ്, ഫിറ്റ്നസ്, സ്ലോപ്പ്. ഓക്കെ, ഈ 3 കറക്ഷനും വേണം. മ്യൂച്വൽ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ പറയുമോ? CI equal to 19 into root of capital D by B dash into capital D plus D dash by B. D dash by B അല്ലേ? D dash by B. ഓക്കെ, D dash by B. ഇതില് C2 ആര് കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്? C2 എന്ന് പറയുന്ന പോയിന്റില് തേർഡ് പൈൽ. ഫയൽ നമ്പർ 3 കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്. സോ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എത്ര വരും? 153 minus 141.7. മിടുക്കൻ. സന്തോഷമായി എനിക്ക്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. C2-ൽ നിന്ന്, C2-ലെ പോയിന്റ് 153 ആണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് 153 ഏത് പൈല് കാരണമാണോ ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടം പോയിന്റ് 141.7. സോ 153 മൈനസ് 141.7 എന്ന് വരും. ഓക്കെ, ഡി എന്ന് പറയുന്നത് 153 മൈനസ് 141.7. ഡി ഡാഷോ 153 minus 148. 153 മൈനസ് 148. ഇപ്പൊ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ചെയ്യുന്നത്. C2 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഏത് പൈല് കാരണമാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് അതിന്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി. C2 എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഏത് പൈലിലാണോ ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഡി ഡാഷ്. അപ്പൊ 153 മൈനസ് 148 എന്നാണ്. അപ്പം ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 11.3 എന്ന് കിട്ടും. ഡി ഡാഷ് എന്ന് പറയുന്നത് 5 വരും. ബി ഡാഷും ബിയോ, ബി ഡാഷ് എത്രയായിരുന്നു? ബി ഡാഷ് 40 വരും. എങ്ങനെയാ 40 മീറ്റർ വന്നേ? ഇവിടെ നോക്കുക, ഈ 2 പൈലുകൾ തമ്മിൽ, പൈൽ നമ്പർ 2 പൈൽ നമ്പർ 3 തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ 3 + 2 + 15 + 10 + 10. ഓക്കെ, 19 20 20 40. ഓക്കെ, 3 + 2 + 15 + 10 + 10 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ബി ഡാഷ് എന്ന് പറയുന്നത് 40 മീറ്റർ, ബി എന്ന് പറയുന്നത് 57. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, CIയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എത്ര കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വാല്യൂ? പോസിറ്റീവ്. പോസിറ്റീവ്. എത്ര വാല്യൂ? 2.88. ഓക്കെ, ബാക്കി കറക്ഷൻ നമുക്ക് നാളെ ചെയ്യാം. പഠിച്ചിട്ട് വരിക നാളെ. ഓക്കെ, താങ്ക് യു.